ഇന്നൊരു കുട്ടി വ്ളോഗ് കണ്ടാലോ? അപ്പോൾ രാവിലെ തന്നെ നല്ല അടിപൊളി അപ്പം കടലയാണ്. പിന്നെ ചേച്ചി പറഞ്ഞാൽ നമുക്ക് പുറത്ത് പോയിട്ട് കാറൊക്കെ ഒന്ന് കഴിവ് വരാം. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ നല്ല അടിപൊളി ആംബിയൻസിൽ ഒരു കഫേ ഒക്കെ വരുന്നുണ്ട്. അതാണിത്. അങ്ങനെ ഒരു കാറൊക്കെ കഴിവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അകത്തായിരുന്നിരുന്നത്. ചേച്ചി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് ഒരു തമാശ കാണിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും സമയം പോകണമല്ലോ, നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറേ നേരം സംസാരിച്ചു. അപ്പോഴത്തേക്ക് വണ്ടി കഴുകി കിട്ടി. പിന്നെ ഇങ്ങും പോലെ നമ്മൾ നേരെ വീട്ടിലാണ്. പിന്നെ ഇന്നത്തെ വലിയൊരു പണി ഇവനെ ഗ്രൂം ചെയ്യിക്കാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ നിന്ന് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ഞാനല്ല ഇതെല്ലാം ചേച്ചിയാണ് ചെയ്തത്. കാരണം എനിക്ക് നായ്ക്കളെ ഭയങ്കര പേടി മാത്രമല്ല, ഞാനിങ്ങനെ നായ്ക്കുട്ടികളോടൊന്നും അധികം അറ്റാച്ച്മെന്റ് വെക്കുന്ന ഒരാളുമല്ല. അപ്പോൾ എന്നെ പോലുള്ളവരുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കണ്ട. ഇവരുടെ സർവീസിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അടിപൊളിയായിട്ടാണ് അവനെ ഗ്രൂം ചെയ്തത്. എല്ലാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ നായ്ക്കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഗ്രൂം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാനുള്ള സമയമോ സന്ദർഭമോ ഒന്നും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ അവർ വീട്ടിൽ തന്നെ വന്ന് ഗ്രൂം എല്ലാം ചെയ്തിട്ട് പോകും. ഒരു ഡീറ്റെയിൽസ് വേണ്ടുന്ന ഒരു കമന്റ് ഇട്ടാൽ മതി, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഫൈനലി അവനെ കുളിപ്പിച്ച് നല്ല സുന്ദരനാക്കിയിട്ട് അവർ പോയി. അത് കഴിഞ്ഞ് നല്ല സാമ്പാറും പുളിശ്ശേരിയും തോരനും പപ്പടം ഒക്കെ കൂട്ടി നല്ലൊരു ഊണം കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഈ പൂക്കളുടെയും പുഴകളുടെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിന്നു. വൈകിട്ടായപ്പോൾ പുഴയിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു കുളിക്കാൻ. കണ്ട് കിഡിലും കാഴ്ചയാണ്. ഒന്നും നോക്കില്ല, വീഡിയോ അങ്ങ് എടുത്ത് വെച്ചു. എന്നും ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ കിട്ടണമെന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി നാളെ.